എക്കോസ്റ്റാർ സ്റ്റൈൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് കമ്പനിയിൽ ഇന്ന് കേരളത്തിൽ നല്ല രീതിയിൽ മൂവായിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. ഞാനിന്നുള്ളത് അങ്കമാലിയിലാണ്. എൻ്റെ ഒപ്പമുള്ളത് ഇതിൻ്റെ ഫൗണ്ടറും ഓണറുമായ ശ്രീ ദേവസകുട്ടി സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. എങ്ങനെയാണ് ഈ ഒരു ബ്രാൻഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്കിലേക്ക് എത്തിപ്പെട്ടത്? ബേസിക്കലി ഞാനൊരു ഡിപ്ലോമയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിരുന്നത്. ആക്ച്വലി ബോംബെയിലൊരു BRCക്ക് വേണ്ടിയിട്ട് പ്രഷർ വെസൽ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കോൺട്രാക്ടിങ് കമ്പനിയിലായിരുന്നു ജോലി. ആദ്യം QA/QC ഇൻസ്പെക്ടർ ആയിരുന്നു. 2 വർഷം അവിടെ ജോലി ചെയ്ത്, കാരണം അവിടെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്, റിയാക്ടർ, പ്രഷർ വെസലൊക്കെ. അതിനുശേഷം ഗൾഫിലേക്ക് ജോലി കിട്ടി, അവിടെ പോയി. അവിടെയും സെയിം ജോലി തന്നെയായിരുന്നു. പ്രഷർ വെസൽ ഹീറ്റ് എക്സ്ചേഞ്ചർ, റിഫൈനറി, ഗ്യാസ് പ്ലാന്റ്, ക്രോസ് കൺട്രി പൈപ്പ് ലൈനൊക്കെ. ഇപ്പോൾ ഹൈ പ്രഷറിലുള്ള ക്വാളിറ്റി ജോബുകളൊക്കെ അവിടെ ചെയ്തിരുന്നത്. പിന്നെ അവിടെ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞിരുന്നു, പെയിൻറ്റിങ്, കോട്ടിങ്, വെൽഡിങ്, കൊറോഷനൊക്കെ ആയിട്ട്. പിന്നെ ആദ്യം കോൺട്രാക്ട് ബേസിലായിരുന്നു, പിന്നെ ക്ലയൻറ്റ് സൈഡിൽ വർക്ക് ചെയ്തത്. അപ്പോൾ ഗൾഫിലുള്ള ഓൾമോസ്റ്റ് ഓയിൽ കമ്പനികളുടെ കമ്പനി ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യാൻ പറ്റി എനിക്ക്. അതിൽ ക്വാളിറ്റി മാത്രമല്ല സേഫ്റ്റി എല്ലാം ഉൾപ്പെടുന്നതാണ്. അത് നമുക്കൊരു കോൺഫിഡൻസാണ് ഇവിടെ തുടങ്ങാനുണ്ട്. കാരണം അന്ന് മുതൽ 95 മുതൽ ഇന്ന് വരെ സെയിം ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, അപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ടാങ്കിലേക്ക് വരാനുള്ള കാരണം, ഞാൻ മറ്റു രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്തപ്പോൾ വിയറ്റ്നാം, തൈവാൻ, തായ്ലാൻഡ്, ഇവിടെയൊക്കെ വീടുകളിൽ SS-ൻ്റെ വാട്ടർ ടാങ്ക് 15 വർഷം മുമ്പ് അവിടെ ചെയ്യണതാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ. പിന്നെ നോക്കിയപ്പോൾ ഇത് പബ്ലിക്കിന് ഗുണമുള്ള വസ്തുവാണ്, നല്ല പ്രോഡക്റ്റാണ്, ഹൈജീനിക്കാണ്, ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്, ഹൈലി ഡ്യൂറബിൾ ആണ്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിനെ പറ്റി എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ വിയറ്റ്നാമിലൊരു ഫാക്ടറി വിസിറ്റ് ചെയ്തിരുന്നു, അവിടുത്തെ ടെക്നിക്കൽ ടീമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ നല്ല സപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ കോവിഡിന് ശേഷം ഗൾഫിലൊക്കെ വിട്ട് ഇവിടെ സെറ്റിലായി, ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കോവിഡിന് ശേഷം ഇപ്പോൾ എക്കോസ്റ്റാർ എന്നുള്ള ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2026 വന്ന് നിൽക്കുമ്പോൾ എന്താണ് ഈ എക്കോസ്റ്റാറിൻ്റെ അപ്ഡേഷൻ വന്നിട്ട്? എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ പബ്ലിക് ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്, ഈ പ്രോഡക്റ്റിനെ. ആക്ച്വലി നോട്ട് എൻ്റെ ബ്രാൻഡ് മാത്രമല്ല, സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ആ സെഗ്മെൻറ്റിന് തന്നെ. കാരണം ആദ്യം ഞങ്ങളൊരു 60 ടാങ്കൊക്കെ പെർ മന്ത് വിറ്റിരുന്നത്. ഇപ്പോൾ അത് ഞങ്ങൾക്ക് ഏകദേശം 300 ടാങ്കുകളായി, ഡൊമസ്റ്റിക് പർപ്പസ് കൂടാതെ പ്രോജക്റ്റുകൾക്കുള്ള ഫയർ ഫൈറ്റിങ്ങിനുള്ള ടാങ്കുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഡൗട്ട്ഫുൾ ആയിരുന്നു. പ്ലംബേഴ്സൊക്കെ ആദ്യം പ്ലാസ്റ്റിക് ടാങ്കുകൾ ഉപയോഗിച്ചിരുന്നത്. അവർക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, ഇത് ചൂട് കൂടുതലാവോ, പൂപ്പിൽ പായലും പിടിക്കുക, കൊറോഷൻ വരതൊക്കെ. ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഈ പ്ലംബേഴ്സിനെല്ലാം കോൺഫിഡൻ്റ് ആണ് അവർ. കാരണം ഇത് വളരെ ഈസിയാണ് ഇൻസ്റ്റാളേഷൻ, ഇത് ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല, വളരെ ഈസി ക്ലീനിങ് ആണ്. പിന്നെ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് തന്നെ ബാക്കിയുള്ളവർക്ക് റെഫറൽ കൊടുക്കുകയാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ, ചൂടില്ല, വളരെ നല്ല പ്രോഡക്റ്റാണ്. അവർ പറഞ്ഞാൽ തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് മെയിൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഡീലറോ ഡിസ്ട്രിബ്യൂട്ടർക്കൊന്നും ഇത് കൊടുക്കാറില്ല, ഞങ്ങൾ നേരിട്ടാണ് സെല്ലിങ്. അപ്പോൾ ഈ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ പ്രൊമോട്ടറാണ് അവർ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെ. തീർച്ചയായിട്ടും. അപ്പോൾ വളരെ നല്ല രീതിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള വെള്ളം ഉപയോഗിക്കുന്ന വീട്ടുകാരാണുള്ളത്. നോർമൽ വെല്ലുണ്ടാവും, ബോർവെൽ വെല്ലുണ്ട്, അതേപോലെ ഇത് സർക്കാരിൻ്റെ, അതായത് കോർപ്പറേഷൻ വാട്ടറും പുഴയ വെള്ളമൊക്കെ ഉപയോഗിക്കും. ഇവർക്ക് എല്ലാവർക്കും ഈ പല ആളുകൾക്കുള്ള ഇതാണ് 304 എന്നുള്ളൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ എല്ലാ വെള്ളത്തിനും യൂസ് ചെയ്യാൻ പറ്റുമോ, അതോ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള മെറ്റീരിയലാണോ നമ്മൾ ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്? നല്ല ചോദ്യം. ഇപ്പം ബേസിക്കലി ഇപ്പം എൻ്റെ വീട്ടുകാരായാലും എല്ലാവർക്കും SS-ൻ്റെ വാട്ടർ ടാങ്ക് അല്ലേ, ആ ഒരു ധാരണ മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്രേഡ് ഡിഫറെൻറ്റ് ഹൺഡ്രഡ്സ് ഓഫ് ഗ്രേഡ് ഉണ്ട്. അതിലുള്ള കെമിക്കൽ കോമ്പോസിഷൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് അതിൻ്റെ കൊറോഷൻ റെസിസ്റ്റൻസ് ഒക്കെ മാറും. അപ്പോൾ നമുക്കൊരു മെയിൻലി 3 ടൈപ്പ് സോഴ്സ് ഓഫ് വാട്ടർ ഉണ്ട് ബേസിക്കലി. നിങ്ങൾക്കറിയാം, ഒന്ന് റിവർ ബേസ് വാട്ടറാണ്, സബ് സർഫസ് സാധാ കിണർ വെള്ളമുണ്ട്. പിന്നെ കോർപ്പറേഷൻ വാട്ടർ, മുനിസിപ്പൽ വാട്ടർ, കേരള വാട്ടർ അതോറിറ്റി വെള്ളം, ഇതിനൊക്കെ നോർമലി 304 ഗ്രേഡ് ടാങ്ക് മതി, സൂട്ടബിളാണ്. ഇനി ഇത് കൂടാതെ നമുക്ക് പലയിടത്തും വെള്ളത്തിൻ്റെ പോരായ്മയുണ്ട്. അപ്പോൾ അവിടെ ബോർവെല്ല് ഡിപ്പെൻഡ് ചെയ്യും, ബോർവെല്ല് ഉപയോഗിക്കുന്നവർ. പിന്നെ കേരളത്തിന് ഒരു 1000-600 കിലോമീറ്റർ സീഷോർ ഏരിയ ഉണ്ട്. അത് ക്ലോറൈഡ് പ്രസൻസ് കൂടുതലായിരിക്കും, ഉപ്പുകാറ്റ് കാര്യങ്ങളൊക്കെ. ആ ഭാഗത്തേക്കൊക്കെ ആയിട്ടുള്ള ഡിഫറെൻറ്റ് 316L ഗ്രേഡ് തന്നെയാണ് ഏറ്റവും റെക്കമെൻഡ് ആയിരിക്കുക. 316 എന്ന് പറഞ്ഞാൽ ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ് ഉള്ള സ്റ്റീലാണ്. അതിനെ
സർജിക്കൽ സ്റ്റീൽ എന്നൊക്കെ പറയും. പിന്നെ ഓഫ് ഷോറിലൊക്കെ ഉപയോഗിക്കും മറൈൻ ഗ്രേഡ് എന്നൊക്കെ പറയുന്ന സ്റ്റീലാണ്. അത് ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ് ഉള്ളതാണ്. ഇപ്പം നമ്മുടെ പുതിയ പ്രോഡക്റ്റ് വരുന്നുണ്ട്. കാരണം ചില കസ്റ്റമേഴ്സിൻ്റെ ബീച്ച് ഫേസ് ചെയ്തിരുന്നു വീടിരിക്കണേ, എപ്പോഴും ഉപ്പുകാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പം അതിന് ഇത്തിരി കൂടിയും സുപ്പീരിയർ ഉള്ള ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ് ഉള്ള ഡ്യൂപ്ലക്സ് 2205 ഗ്രേഡ് ഉണ്ട്. അപ്പം ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് ഏത് ക്വാളിറ്റി വെള്ളമാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്, അതിന് സൂട്ടബിളായ ടാങ്ക് നമ്മൾ ഫിറ്റ് ചെയ്യണം. കാരണം ഇത് ലൈഫിൽ 1 ടൈം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പം അത് തീർച്ചയായിട്ടും കാര്യമാണ്. പിന്നെ ഇതിന്റെ വോളിയം കാര്യങ്ങളൊക്കെ ഇപ്പോൾ 1000, 1200, 1500 അതൊക്കെ ഉണ്ട് ഡൊമസ്റ്റിക് പർപ്പസ് കാര്യങ്ങളൊക്കെ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ വേറൊരു മെയിൻ കാര്യമുണ്ട്, നമ്മുടെ വെള്ളം ഇപ്പോൾ ഓപ്പൺ വെല്ലായാലും ഒന്നൊരു ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുക. ഒരു 1000 രൂപയിൽ താഴെയുള്ളൂ. എന്നിട്ട് എന്തൊക്കെ പോരായ്മയുണ്ടെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന എക്സ്പെർട്സ് ഉണ്ട്, അവർ അത് റെക്ടിഫൈ ചെയ്ത് തരും. അപ്പോൾ നമ്മുടെ ടാങ്ക് മാത്രമല്ല, നമ്മുടെ പ്ലംബിംഗ് സിസ്റ്റം, ക്രോം പ്ലേറ്റ്, ടാപ്പുകൾ, ബാത്റൂം ആക്സസറീസ് ഒന്നും കളറൊന്നും ഫെയ്ഡ് ആകാതെ നിൽക്കുക. അതാണ് പ്രോപ്പറായിട്ട് കാര്യം. പക്ഷെ ലാബ് കാര്യങ്ങളൊക്കെ അത്ര ആളുകൾക്ക് ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് ടാങ്ക് എപ്പോഴും 316 ലോങ് ടൈമിലേക്ക് ഉപകാരപ്രദമുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഏതെല്ലാം ടൈപ്പ് ഓഫ് ടാങ്കുകളെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം ക്വാളിറ്റി ബേസിലാണ് എക്കോസ്റ്റാർ എന്നുള്ള ബ്രാൻഡ് ഇപ്പോൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്? ക്വാളിറ്റി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് ഇപ്പം നമ്മൾ 304 ഗ്രേഡ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല നോർമൽ വെള്ളം. പിന്നെ 316L ഗ്രേഡിലുണ്ട്, ഡ്യൂപ്ലക്സ് 2205 ഗ്രേഡിലുള്ള ടാങ്കുകൾ 3 കാറ്റഗറി. ഡ്യൂപ്ലക്സ് എന്നുള്ള ടാങ്ക് കേരളത്തിൽ അത്ര പരിചിതമല്ല ആളുകൾക്ക്. ഞാൻ ആളുകളോട് സംസാരിക്കും പറയും, ആക്ച്വലി ഈ ഒരു ടാങ്ക് എന്തിനു വേണ്ടിയിട്ടാണ് ആളുകൾക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ടാങ്കിന്റെ ലൈഫ് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഡ്യൂപ്ലക്സ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം, ഡ്യൂപ്ലക്സ് ശരിക്കും വളരെ ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവർക്ക് മാത്രം അറിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ശരിക്കും. കാരണം ഞാൻ ഓഫ് ഷോറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്യൂപ്ലക്സ് 625, സൂപ്പർ ഡ്യൂപ്ലക്സ് 825 അങ്ങനത്തെ ഗ്രേഡ് മെറ്റീരിയൽ ഹൈ പ്രഷർ ക്രിട്ടിക്കൽ ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും നമുക്ക് ഹൈ ക്ലോറൈഡ് പ്രസൻസ് ഉള്ള ഉപ്പ് കാറ്റടിക്കുന്ന സീഷോർ ഏരിയ, ആ ഭാഗത്തേക്കാണ് ഇത് പ്രധാനപ്പെട്ടും വേണ്ടത്. അപ്പോൾ ഏറ്റവും പ്രീമിയം കസ്റ്റമേഴ്സ് ഉണ്ട്, പ്രോജക്റ്റുകൾ, വില്ലാസ്, അപ്പാർട്ട്മെൻറ്റൊക്കെ സീഷോർ ഏരിയയിലേക്കുള്ള. കാരണം ഇതൊരു 50,000 60,000 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അപ്പോൾ അത് ഉദ്ദേശിച്ച ആളുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ വാങ്ങുന്നുണ്ട്, ഡ്യൂപ്ലക്സ് വാങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ജിന്ദാൾ, ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ഒരു സ്റ്റീൽ മാനുഫാക്ചേഴ്സ് ആണ് ജിന്ദാൾ എന്നുള്ള ബ്രാൻഡ്. സ്റ്റീലിൽ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡാണ് ജിന്ദാൾ എന്ന് പറയുന്നത്. ഇവരിപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ എക്കോസ്റ്റാറിനായിട്ട് ഒരു കോ ബ്രാൻഡിങ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്? അത് ഭയങ്കര ഞങ്ങൾക്ക് വളരെ ഹാപ്പിയായൊരു കാര്യമാണ് ശരിക്കും. എനിക്ക് മെയിൽ ചെയ്തിരുന്നു, അങ്ങനെ അവർക്കൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയ സൗഭാഗ്യമാണ്. കാരണം ജിന്ദാൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ജയസൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിഗ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രൊഡ്യൂസറാണ്. 52 രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണതാണ്. അപ്പം ഞാൻ എൻ്റെ റിക്വസ്റ്റ് അയച്ചിരുന്നു. അപ്പോൾ അവരൊരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അപ്പോൾ 4 പേര് ഓൺലൈനിൽ ഇൻ്റർവ്യൂ നടത്തിയിരുന്നു. അപ്പോൾ എൻ്റെ ടെക്നിക്കൽ സ്കില്ല്, എക്സ്പീരിയൻസ്, പിന്നെ നമ്മുടെ വെബ്സൈറ്റ്, ഇത്ര നാളത്തെ നമ്മുടെ റിവ്യൂസ് അവർ എന്നോട് പറഞ്ഞതിന് ശേഷം നിങ്ങൾ സെലക്ട് നമ്മുടെ റിവ്യൂസൊക്കെ നോക്കി, നല്ല റിവ്യൂസ്, നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ വേറെ ഡീലറോ ഡിസ്ട്രിബ്യൂട്ടറോ അങ്ങനെ ആയിട്ട് ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ അവരുടെ ബ്രാൻഡിനെ ഡാമേജ് ആക്കില്ലെന്ന് അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് തന്നെ തന്നിരുന്നത്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ പ്രോഡക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ വീഡിയോ അയച്ചു കൊടുക്കും. ഇപ്പോൾ ഡ്യൂപ്ലക്സ് ടാങ്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഷെല്ല്, ടോപ്പ് ഡിഷ്, ബോട്ടം ഡിഷ് എല്ലാം അവർ തന്നെ ജിന്ദാളുടെ തന്നെ കോയിലാണ്, സർട്ടിഫൈഡ് മിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളത്. പിന്നെ അതിന് ഉപയോഗിക്കുന്ന മറ്റ് ആക്സസറീസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ സ്റ്റാൻഡ്, ബ്രീത്തർ വാൽവ്, കണക്ടേഴ്സ്, നെറ്റ്, ബോൾട്ട്, വാഷ് എല്ലാം തന്നെ അതിന് കോമ്പാക്റ്റബിൾ മെറ്റീരിയൽ 316L ഗ്രേഡിലുള്ള മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ഫോർ പർപ്പസ് ആയിരിക്കും. ഈ പ്രോഡക്റ്റ് കൊണ്ട് ഒരാൾക്കും ഒരു പെയിൻ വരില്ല എന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. ആ ഒരു വിശ്വാസ്യത അവർക്കുണ്ടായിരുന്നു. കാരണം നമ്മൾ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒരു പാഷനാണത്. അപ്പോൾ അതിൽ ക്വാളിറ്റി നോക്കാം. അവർ ചോദിക്കണേക്കാളും മുമ്പ് ഞാൻ ആൻസർ പറയായിരുന്നു. ഓക്കെ. ഇപ്പോൾ എക്കോസ്റ്റാറിൻ്റെ പുതിയ മാനുഫാക്ചർ യൂണിറ്റിൻ്റെ വർക്ക് അത് എവിടെയാണ് ഇനി അടുത്ത മാനുഫാക്ചർ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ? ഇപ്പോൾ ഞങ്ങൾക്ക് കറൻ്റ് ഉള്ളത് അങ്കമാലിലാണ്. അങ്കമാലിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്, ചെമ്പന്നൂർ. ഞങ്ങളുടെ പുതിയ പ്ലാന്റ് കൊരട്ടിയിൽ കിൻഫ്രയുടെ അടുത്താണ്, ഒരു കാർബറോളുടെ യൂണിവേഴ്സിറ്റിൻ്റെ അവിടെയാണ്. എക്കോസ്റ്റാർ ടാങ്ക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലെ പുതിയ സ്ഥാപനമായിട്ടാണ് എൻ്റെ സ്റ്റാർട്ടപ്പ്.
എന്തായാലും ഒരു പ്രൊഡക്ഷനൊക്കെ ഒരു 3-4 മാസത്തിനുള്ളിൽ എടുക്കാൻ പറ്റും. പുതിയ പ്രൊഡക്ഷൻ അതിൽ ആരംഭിക്കും. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കേരളത്തിന് പുറത്തൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ട്രാൻസ്പോർട്ടർ വഴിയാണ് കൊടുക്കുന്നത്. ഇപ്പം നാഗ്പൂർ, പൂനെ, ഗോവ പല ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബ്രാൻഡ് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇവർ പലതിനും പല പ്രൈസാണ് വരുന്നത്. ഈ പ്രൈസ് ലിസ്റ്റ് വളരെ ഡിഫറെൻ്റ് ഉള്ളതുണ്ട്. ഇപ്പോൾ പല കോമ്പറ്റീഷനിൽ വരുന്ന ആളുകൾക്ക് കൺഫ്യൂഷനാണ്, ഈ കസ്റ്റമറിന് കൺഫ്യൂഷനാണ്. ചീപ്പ് പ്രൈസിനും കൊടുക്കുന്നുണ്ട്, നല്ല പ്രൈസിനും കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ പ്രൈസിൽ ഇത്രയും വ്യത്യാസം ഇങ്ങനെ ഈ ഒരു സ്റ്റീൽ ടാങ്കിക്ക് വരുന്നത്? അതിൽ ഇപ്പം ഞാനൊരു മാനുഫാക്ചർ ആയതുകൊണ്ട് എനിക്കിതിൻ്റെ കറക്റ്റ് കാര്യങ്ങളറിയാം. പക്ഷേ ഈ ഷീറ്റിന് കോയില് നമുക്ക് പല റേറ്റ് കുറച്ച് വാങ്ങിക്കാൻ പറ്റും മാർക്കറ്റിൽ. ഇപ്പം ഞാൻ എടുക്കുന്നതെല്ലാം ജിന്ദാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, JSLൻ്റെ സർട്ടിഫൈഡ്, MTC ട്രേസിബിലിറ്റി എല്ലാം ക്രോസ് വെരിഫിക്കേഷൻ ചെയ്താണ് കറക്റ്റ് പാത്ത് നിർത്തുന്നത്. ഞങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസിങ് മാടവന ഇൻഡസ്ട്രീസിൻ്റെ പേരിലാണ് ബില്ല് വരുന്നത്. അപ്പോൾ ഈ കോയിൽ തന്നെ നമുക്ക് റേറ്റ് കുറച്ചും ഇമ്പോർട്ടർ കോയിൽ കിട്ടും. ചൈനയുടെ ഇമ്പോർട്ട് ചെയ്യുന്നത് ക്വാളിറ്റി ഉണ്ടായിരിക്കാം, പക്ഷേ കറക്റ്റ് ട്രേസിബിലിറ്റിയോ തിക്നെസ്സോ കാര്യങ്ങളോ ഉണ്ടാവണമെന്നില്ല. പിന്നെ അതിന് മേജറുണ്ട്. പിന്നെ ഇതിൽ നിർമ്മാണത്തിലുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡ് ഉണ്ടാക്കണേലും പല രീതിയിലൊക്കെ റേറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ചും ചെയ്യണവരുണ്ട്. പിന്നെ ചിലർ ഞങ്ങളിപ്പോൾ ഒരു 10 വർഷത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണേ. ചിലർ ഞങ്ങളുടെ പോലത്തെ ആൾക്കാരിൽ നിന്ന് എടുത്ത് അവരുടെ ബ്രാൻഡിങ് ചെയ്ത് വിൽക്കുന്നുണ്ട്. അപ്പം എത്ര നാളത്തേക്ക് എങ്ങനെയാണെന്നൊക്കെ അറിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ ബിസിനസ് എത്തിക്സും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഒരാൾ ഒരു സ്റ്റീൽ വാട്ടർ ടാങ്ക് വാങ്ങിക്കണം, അയാൾ സ്പെൻഡ് ചെയ്യുന്നത് ഒരു 30,000 രൂപയാണ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. എന്താണ് ഈ 30,000 രൂപയ്ക്ക് അയാൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ? എന്താണ് ഒരു സ്റ്റീൽ വാട്ടർ ടാങ്ക് അയാൾ വീട്ടിൽ വെച്ചാൽ? അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഹൈജീൻ തന്നെയാണ്. ഹെൽത്ത് ബെനിഫിറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് ടാങ്കോ കോൺക്രീറ്റ് ടാങ്കുകളൊക്കെ മോശമെന്നല്ല പറയണേ. ഇപ്പം മറ്റു രാജ്യങ്ങളിലൊക്കെ നമ്മളെക്കാളും പുവർ കൺട്രി വരെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് ഉപയോഗിക്കുന്നത് ഡ്രിങ്കിങ് പർപ്പസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കറിയാലോ പ്ലാസ്റ്റിക് വെയിൽ കൂടുമ്പോഴൊക്കെ ചെറിയ കോണ്ടാമിനേഷനൊക്കെ ഉണ്ടാവാം പ്ലാസ്റ്റിക് വെള്ളമൊക്കെ ആയിട്ട്. അപ്പോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു 30,000 രൂപ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ചെറിയ രാജ്യക്കാർ വരെ തയ്യാറാണ്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഈസി ക്ലീനിങ്. ഇതിൻ്റെ ബോട്ടം ഡിഷ് കോണിക്കൽ ഷേപ്പാണ്. അപ്പോൾ ഡ്രെയിൻ വാൽവ് ഓപ്പൺ ചെയ്താൽ 100% ഡ്രെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ സൺലൈറ്റ് ഒന്നും കയറില്ല, കാരണം ലിഡൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. പിന്നെ ഇൻസൈഡും ഗ്ലോസ് ചെയ്യണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. പ്ലാസ്റ്റിക് മാതിരി അത്ര കോൺക്രീറ്റ് മാതിരി ഒന്നും അത്ര പൂപ്പിൽ പായൽ വളരില്ല. ലൈഫ് സ്പാൻ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ വീട്ടിലെ പാത്രം പോലെ തന്നെ 10-30 വർഷമൊക്കെ വളരെ ഈസി ആയിട്ട് നിൽക്കും. എൻഡ് ഓഫ് ദ ഡേ ഇത് സ്ക്രാപ്പ് വീട്ടിൽ നിന്ന് 108 രൂപയുണ്ട് കിലോ സ്ക്രാപ്പിന്. അതേപോലെ തന്നെ ഇതിന് വെള്ളം ഹീറ്റ് ആവുന്നുള്ള ഒരുപാട് ഡൗട്ടാണ് വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത് വെള്ളം ഹീറ്റ് ആവില്ല എന്ന് 100% ഗ്യാരണ്ടി പറയുന്നത്? അത് ആക്ച്വലി ഇത് എക്സ്പെരിമെന്റ് ഞങ്ങൾ ചെയ്തിരുന്നതാണ്. കാരണം ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലോസി ഫിനിഷിലെ കോയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റിക് ടാങ്കിനേക്കാൾ ഒരു 3 ഡിഗ്രി 4 ഡിഗ്രി എപ്പോഴും ഇതിൻ്റെ ടെമ്പറേച്ചർ കുറവാണ്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇങ്ങനൊരു ചൂട് കൂടിയ ഓവർ ഹീറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഒരു രാജ്യത്ത് വിൽക്കാൻ പറ്റില്ല. കാരണം കസ്റ്റമർ ഈ സാധനം എടുത്തു കൊണ്ടുപോകാൻ പറയും. അത് അപ്പോൾ ഹോട്ട് ഇഷ്യൂ ഉണ്ടാവില്ല, ചൂടുണ്ടാവും. താരതമ്യേന പ്ലാസ്റ്റിക് ടാങ്കിനെങ്കിലും കുറവായിരിക്കും ഡെഫിനറ്റ്ലി. ഇനി ചൂട് ഒട്ടും വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഇൻസുലേറ്റഡ് ആയിരിക്കണം. കാരണം നിങ്ങൾ പഠിച്ച കൺവെൻഷൻ റേഡിയേഷൻ ഈ പ്രതിഭാസമൊക്കെ ഇതിലുണ്ടാവും. പക്ഷേ താരതമ്യേന ചൂട് കുറവായിരിക്കുന്നത് ഉറപ്പാണ്, ഗ്യാരണ്ടീഡ്. ഇപ്പോൾ ഈ വെള്ളം ചൂട് ഡൗട്ടുള്ള പോലെ തന്നെ വലിയൊരു ഡൗട്ടാണ് ഈ ലൈറ്റിംഗ്. ഇതിന് അങ്ങനെ ലൈറ്റിനിങ് പെട്ടെന്ന് കേച്ച് ചെയ്യും. എന്താണ് ഇതിൻ്റെ അവസ്ഥ? അങ്ങനെ ഒരു പ്രതിഭാസം ഇതിനില്ല. സ്റ്റീൽ ടാങ്ക് ആയതുകൊണ്ട് മാത്രം ഇതിന് ലൈറ്റ്നിങ് അട്രാക്ഷൻ ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ മെയിൻ കാര്യം, ഇപ്പം എൻ്റെ കൂടെ ജോലിയുള്ള ആൾ ഇതിൻ്റെ ലൈറ്റിനിങ് അറസ്റ്റിൻ്റെ എക്സ്പെർട്ടാണ്. അദ്ദേഹം PhD എടുത്ത എക്സ്പെർട്ടാണ്. അപ്പോൾ ഇത് മെയിൻ 2 റീസൺ. ഇതിൻ്റെ ടോപ്പ് എലിവേറ്റഡ് ഒബ്ജക്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രം ഇതിനെ ലൈറ്റ്നിങ് ബോൾട്ട് അട്രാക്ട് ചെയ്യുള്ളൂ. അത് തീർച്ചയായിട്ടും അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ ലൈറ്റ്നിങ് അറസ്റ്റ് കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണം ഒരു 1 കിലോമീറ്റർ റേഡിയസിലാണ് പറയണത്. 1 കിലോമീറ്റർ റേഡിയസിൽ ഏറ്റവും ഹൈറ്റിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അത് ടാങ്ക് തന്നെ ആവണമെന്നില്ല, മരമാവാം, ഏത് ഒബ്ജക്റ്റ് ആയാലും അതിനെ നമ്മൾ ലൈറ്റിനിങ് അറസ്റ്റ് കൊടുക്കണമെന്നാണ് എക്സ്പെർട്സ് പറയണത്. ഇപ്പം നമ്മുടെ വാഗമൺ മലനിരകളിൽ ഒരു വീട് വെക്കുകയാണ്, അതിൽ ടാങ്ക് വെച്ചാൽ തീർച്ചയായിട്ടും ലൈറ്റിനിങ് അറസ്റ്റ് വെക്കണം. ഇപ്പം നമ്മുടെ ഇങ്ങനെ ജനറൽ ഹൈ ഡെൻസ് ഏരിയയിൽ അതിൻ്റെ ആവശ്യമില്ല. സ്റ്റീൽ ടാങ്ക് റൂഫിംഗ് ഷീറ്റ് പോലെ തന്നെയാണ്, വേറെ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. കാരണം മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്
നമ്മൾ തന്നെ ഒരു 10,000 കൂടുതൽ ടാങ്ക് നമ്മുടെ എക്കോസ്റ്റാറിന് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല.